ഷൊർണൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ പി ഹരിഗോവിന്ദൻ മാസ്റ്ററാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ ഷൊർണൂർ മണ്ഡലത്തെക്കുറിച്ച് പറയുക, ഇടതുപക്ഷമല്ലാതെ മറ്റാരും ജയിക്കാത്തൊരു മണ്ഡലമാണ്. അങ്ങനെ ഒരു ഇടത് കോട്ടയാണ് പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. അങ്ങനെ പൊളിക്കാൻ പറ്റാത്തൊരു കോട്ടയില്ല എന്ന് ഇത്തവണ ഞങ്ങൾ തെളിയിക്കും. ഷൊർണൂർ ഇത്തവണ UDF ജയിക്കും. നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഈ വിജയിക്കും എന്നിപ്പോൾ പ്രവർത്തകരോടൊക്കെ സംസാരിക്കുമ്പോഴും ഒരു ഇഞ്ചോടിഞ്ച് മത്സരം എന്നാണ് അവർ പറയുന്നത്. അല്ല, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നമുക്കറിയാമല്ലോ, കേവലം 4000 വോട്ടിന് താഴെയാണ് LDFും UDFും തമ്മിൽ വ്യത്യാസം. അതുമാത്രമല്ല, കഴിഞ്ഞ UDF തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സന്ദീപ് വാര്യരാണ് ഇവിടെ BJP സ്ഥാനാർത്ഥിയായി. ആ സന്ദീപ് വാര്യർ നമ്മുടെ കൂടെയാണ്. കഴിഞ്ഞ MLA ആയിരുന്ന ശ്രീ PK ശശി, അദ്ദേഹം ഇപ്പോൾ ഇന്ന് UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഈ രണ്ട് ഫാക്ടറും UDFിന് അനുകൂലമായി ഷൊർണൂരിൽ പ്രവർത്തിക്കും. UDF അതുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതായത് PK ശശി ഇവിടെ MLA ആയി വലിയ ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ബന്ധങ്ങളൊക്കെ UDFിന് അനുകൂലമായി മാറും. തീർച്ചയായിട്ടും വരുമല്ലോ. അദ്ദേഹം UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഒറ്റപ്പാലത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്ത് അദ്ദേഹം കൊണ്ടുവന്ന വികസനമല്ലാതെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ MLA ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ഷൊർണൂർ കൂടെ യാത്ര ചെയ്തപ്പോൾ ഷൊർണൂർ കുളപ്പുള്ളി റോഡ് നടക്കാൻ പറ്റുമോ? ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റില്ല. വളരെ ചെറിയ റോഡാണ്. അതുപോലെ നന്നാക്കാൻ പറ്റിയിട്ടില്ല എന്ന് ആളുകൾ പറയുകയാണ്. ഈ വളരെ അവികസിതമായ റോഡും തോടുകളുമാണ് ഇവിടെ കാണുന്നത്. അതൊക്കെ മാറ്റിയെടുക്കാൻ UDF വരണമെന്ന് ജനം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഷൊർണൂർ മാറാൻ ഉറച്ച് തയ്യാറായി നിൽക്കുകയാണ്, മാറ്റാൻ ഉറച്ച് UDF തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വൻ ഭൂരിപക്ഷം ജയിക്കും. കഴിഞ്ഞ തവണ സന്ദീപ് വാര്യർ, അദ്ദേഹം ഈ സംസ്ഥാനത്ത് തന്നെ അന്ന് BJPയുടെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു. പിന്നെ LDFനും UDFനും രണ്ട് ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളായിരുന്നു. അദ്ദേഹം കുറച്ചുകൂടി BJP പ്രതീക്ഷിച്ചതിലും അധികം വോട്ട് പിടിച്ചു. UDFും BJPയും തമ്മിൽ 1000-ൽ താഴെ വോട്ടിൻ്റെ വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ അതെങ്ങനെയാണ് മറികടക്കുക? അദ്ദേഹം പറഞ്ഞ അത് വലിയ തോതിൽ മാറ്റം ഉണ്ടാവും. അന്നത്തെ സാഹചര്യം നമുക്ക് അറിയാലോ. പിന്നെ സന്ദീപ് വാര്യർ അന്ന് നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ആ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസ് വന്നു, നമുക്കറിയാലോ, പാലക്കാട് ഇലക്ഷനിൽ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടർ നമുക്ക് അനുകൂലമായിട്ട് വരാനാണ് സാധ്യത. അപ്പോൾ ഇവിടെയുള്ള വികസന പ്രശ്നങ്ങൾ തന്നെയാണ് പ്രചാരണ ആയുധം. തീർച്ചയായിട്ടും വികസന പ്രശ്നങ്ങൾ. ഉമ്മൻചാണ്ടി സർക്കാർ എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊടുത്തു. ഷൊർണൂർ മാത്രം അത് വന്നില്ല. എന്താ കാരണം? അതിലൊന്നും ഇവർക്ക് താല്പര്യമില്ല. എല്ലാ പഞ്ചായത്തിലും ഞങ്ങൾ അന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടുത്തു. ഇവരെല്ലാ പഞ്ചായത്തിലും ബാറ് കൊടുത്തു, സ്കൂൾ കൊടുത്തില്ല. ഒരു അധിക ബാച്ച് പോലും ഇവിടെ അനുഭവിച്ചില്ല. ഞാനൊരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. എനിക്കൊരു അവസരം തന്നാൽ ഒന്നാമത്തെ പരിഗണന ഷൊർണൂരിൽ ഒരു സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അത് 2 കൈ നീട്ടിയാണ് അവർ സ്വീകരിച്ചത്. എന്തായാലും ഷൊർണൂർ മണ്ഡലത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥിയും UDF പ്രവർത്തകരുമുള്ളത്. ഈ മണ്ഡലത്തിൽ ഇതുവരെ LDF മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. ആ വികസന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹരിഗോവിന്ദൻ്റെ പ്രചരണം. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് ഇസ്മൽ, മീഡിയ 1 പാലക്കാട്.